ഗുരുദേവ പ്രാർത്ഥനയും കൂടെ ആയിക്കോട്ടെ, കേട്ടോ, എല്ലാം ആയിക്കോട്ടെ. ജയശങ്കര. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ അദ്വൈത ലഹരി എന്ന പാഠം ഇന്ന് 43-ാമത്തെ സെഷനാണ്. ഇത് അവതരിപ്പിക്കുന്നത്, നമുക്ക് ക്ലാസ് വളരെ ഭംഗിയായി നമുക്കെടുത്ത് തരുന്നത് ഡോക്ടർ വിശ്വനാഥൻ സാറാണ്. അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതിനു മുൻപായി ഒരു ഗുരുസ്മരണ ഞാനിവിടെ ചൊല്ലാമെന്ന് വിചാരിക്കുന്നു. വക്രതുണ്ഡ മഹാകായ കോടി സൂര്യ സമപ്രഭ നിർവിഘ്നം കുരു മേ ദേവാ സർവകാര്യേഷു സർവദാ. അജ്ഞാനാന്തർ ഗഗനപതിതാ ആത്മവിദ്യോപദേശൈ ത്രാതും ലോകാൻ ഭവതവശിഖാ താപപാപാസ്യ മാനാം. മുക്ത്വാ മൗനം വടവിടപിനോ മൂലദോ നിഷ്പദന്തി ശംഭോർമൂർത്തിർ ശരദി ഭുവനേ ശങ്കരാചാര്യ രൂപാ. സദാശിവസമാരംഭാ ശങ്കരാചാര്യ മധ്യമാ. സവിത്രീഭിർവാചാം ശശിമണിശിലാഭംഗരുചിഭിർവശിന്യാദ്യാവിസ്ത്വാം സഹജനനീ സഞ്ചിന്തയധിയഃ. സകർത്താ കാവ്യാനാം ഭവതി മഹതാം ഭംഗിരുചിഭിർവാജോഭിർവാഗ്ദേവീ വദനകമലാമോദ മധുരൈ. സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണീ. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ജയശങ്കര. നമുക്ക് ക്ലാസ് തുടങ്ങാം. ആദരണീയനായ ഗുരുനാഥൻ ഡോക്ടർ പി വി വിശ്വനാഥൻ നമ്പൂതിരി സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ജയശങ്കര. സഹവീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. സമാധാനീയരായ എല്ലാ പഠിതാക്കൾക്കും വിനീതമായ പ്രണാമം. സാറിന്റെ വോയിസ് ഒന്ന് ഇതാവുന്നല്ലോ സാർ. അവിടെ വേറെ ഏതെങ്കിലും ഫോണോ മറ്റോ ഓണാണോ? അല്ലല്ലോ, കേൾക്കുന്നില്ലേ? അത് ആദ്യം ആയതുകൊണ്ടാണ്. ഇപ്പൊ ശരിയാക്കും. ഇന്ന് നമ്മുടെ രാമായണം തുടങ്ങാണല്ലോ. അതെ, ഇതിഹാസം രാമായണം തുടങ്ങാന്നാ പറഞ്ഞത്. അതെ, ഇതിഹാസത്തിൽ ആദ്യത്തെ രാമായണമാണ്. നമുക്ക് രാമായണത്തിൽ ആദ്യം പ്രവേശിക്കാം. ആയിക്കോട്ടെ. ഭാരതീയർക്ക് 2 ഇതിഹാസങ്ങളാണ്. ഒന്ന് രാമായണം, ഒന്ന് മഹാഭാരതം. ഇതിഹാസം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ഇതി ഇഹ ആസം എന്നാണ്. ഇവിടെ ഇങ്ങനെ സംഭവിച്ചു എന്ന് ഉറപ്പുള്ളതിന്റെ പേരാണ് ഇതിഹാസം എന്ന്. ഇത് പുരാണം അങ്ങനെ ആയിക്കണമെന്നില്ല. പണ്ടുണ്ടായ കാര്യങ്ങൾ കുറച്ചുകൂടി കവിയുടെ ഭാവനയിൽ മനോഹരമാക്കി അവതരിപ്പിക്കുന്നതാണ് പുരാണങ്ങൾ.
പക്ഷെ ഇതിഹാസങ്ങൾ അതല്ല, നടന്ന കഥകളാണ്. ചരിത്ര കഥകൾക്ക് മാത്രമേ ഇതിഹാസം എന്ന് പറയാൻ പറ്റൂ. ഒന്നാണ് ആസം എന്ന് പറയാൻ കാരണം ഇങ്ങനെ ഇവിടെ സംഭവിച്ചു. അങ്ങനെയുള്ള രണ്ട് ഇതിഹാസങ്ങളാണ് നമുക്കുള്ളത്, രാമായണം മഹാഭാരതം. ഇതിഹാസത്തിന്റെ ലക്ഷ്യം ധർമാർത്ഥകാമമോക്ഷാണാം ഉപദേശസമന്വിതം പൂർവവൃത്ത കഥായുക്തം ഇതിഹാസം പ്രചക്ഷതേ എന്നാണ്. ധർമ്മ അർത്ഥ കാമ മോക്ഷാണാം, ധർമാർത്ഥകാമ മോക്ഷങ്ങളെ കുറിച്ച് വർണ്ണിക്കാം. അത് പൂർവകഥകളെ ഈ വഴിയിൽ കൂടി അവതരിപ്പിക്കാം. ഉപദേശസമന്വിതം, ഉപദേശത്തോടുകൂടി ധർമാർത്ഥകാമ മോക്ഷങ്ങളെ പൂർവവൃത്ത കഥായുക്തം, ഭാരതത്തിൽ പണ്ട് നടന്നിരിക്കുന്ന കഥകളെ ധർമാർത്ഥകാമ മോക്ഷങ്ങൾ വളർത്താൻ ഉപയോഗിക്കുന്ന മട്ടിൽ ഉപദേശങ്ങളോട് കൂടി അവതരിപ്പിക്കുന്നതിന്റെ പേരാണ് ഇതിഹാസം എന്ന് പറയുന്നത്. അപ്പൊ ഇതിഹാസത്തിന്റെ വിഷയം ധർമാർത്ഥകാമ മോക്ഷങ്ങളാണ്. അപ്പൊ അതിൽ ധർമ്മം വേണം, അർത്ഥം വേണം, കാമവും വേണം, മോക്ഷവും വേണം. നാലുണ്ട്. മോക്ഷം മാത്രമല്ല, വേദാന്ത വിഷയങ്ങൾ മോക്ഷം മാത്രമാണ്. ഇവിടെ അതല്ല, ഇവിടെ ധർമ്മവും വേണം, അർത്ഥവും വേണം, കാമവും വേണം. അതുകൊണ്ട് ധാർമ്മികമായ വിഷയങ്ങൾ, അർത്ഥസംബന്ധമായ വിഷയങ്ങൾ, കാമസംബന്ധമായ വിഷയങ്ങൾ ഒക്കെ ഇതിഹാസത്തിൽ അവതരിപ്പിക്കും. അത് ആ വഴി കൂടി ലക്ഷ്യത്തിലേക്ക് കൊണ്ട് എത്തിക്കാൻ വേണ്ടിയാണ്. മോക്ഷമാണ് അന്തിമമായ ലക്ഷ്യം. അപ്പൊ ധർമാർത്ഥകാമ മോക്ഷാണാം ഉപദേശ സമന്വിതം പൂർവവൃത്ത കഥായുക്തം ഇതിഹാസം പ്രചക്ഷതേ എന്നുള്ള ഇതിഹാസത്തിന്റെ ലക്ഷണം. നമ്മുടെ ആദ്യത്തെ ഇതിഹാസം രാമായണമാണ്. രാമായണത്തിന് ഇതിഹാസം എന്ന പോലെ തന്നെ ഒരു മഹാകാവ്യം എന്നുള്ള ഒരു ബഹുമതിയുണ്ട്. ആദി കാവ്യം എന്നൊരു ബഹുമതി രാമായണത്തിനുണ്ട്. ഇത് രണ്ടും രാമായണത്തിന്റെ മഹത്വമാണ്. മഹാഭാരതത്തിന് ഇല്ലാത്ത ഒന്നാണ് അത്, ഒരു ആദി കാവ്യമാണ് എന്നുള്ളത്. കാവ്യം എന്ന് പറഞ്ഞാൽ അത് വർണ്ണിക്കുന്ന വിഷയങ്ങളാണ്. ഉള്ളതുപോലെ നമ്മളെ വർണ്ണിച്ചു കേൾപ്പിക്കുക, അതോടൊപ്പം കവികളുടെ ഭാവനയിൽ തോന്നിക്കാവുന്ന മനോഹരമായ പൊടിപ്പും തൊങ്ങലും അലങ്കാരവും ഒക്കെ ചേർത്ത് സുന്ദരമാക്കി അവതരിപ്പിക്കണം. ഇതാണ് കാവ്യം. പിന്നെ കാവ്യത്തിന് ലക്ഷണം ഇഷ്ടം പോലെ പറയും. നമുക്ക് ആ ലക്ഷണമൊന്നും ഇവിടെ അത്യാവശ്യം ഇല്ലാത്തതുകൊണ്ട് കാവ്യത്തിന്റെ പ്രയോജനം എന്താന്ന് പറയുമ്പോൾ, എന്തിനു വേണ്ടിയാണ് ഈ രാമായണം എന്ന കാവ്യം പഠിക്കുന്നത് ചോദിച്ചാൽ അത് ഋഷികവിക്ക് നമ്മെ ബോധ്യപ്പെടുത്താനുണ്ട്. ഒന്നാമത് യശഫിന് വേണ്ടിയിട്ടാണ്, കീർത്തിക്ക് വേണ്ടിയിട്ടാണ്. കീർത്തി എന്ന് പറയുന്നത് ലോകത്ത് നിലനിൽക്കുന്ന സൽകീർത്തിയാണ്. ഒരാളുടെ കീർത്തി ലോകത്ത് നിലനിൽക്കുന്നെങ്കിൽ അത് മറ്റുള്ളവർക്കൊരു പാഠമായി തീരും. പൂർവികരായ ഋഷീശ്വരന്മാരുടെയും കവികളുടെയും രാജാക്കന്മാരുടെയും കീർത്തി ഇന്നും നിലനിൽക്കുന്നു. കീർത്തി ആഗ്രഹിക്കലല്ല ഇവിടെ വിഷയം. കീർത്തിമാനായി ജീവിച്ച് ആ കീർത്തി തലമുറകളോടും ഇവിടെ നിലനിർത്തുകയും വേണം. അപ്പൊ രാമായണം എന്ന ഇതിഹാസം പഠിക്കുന്നത് കൊണ്ട് കീർത്തിമാനായി ഭവിക്കും. ലോകത്ത് എല്ലാവരാലും കീർത്തിക്കപ്പെടും, സ്തുതിക്കപ്പെടും. അങ്ങനെ രാമായണം അറിയാവുന്ന പഠിച്ച ഒരാളെ ലോകർ എക്കാലവും ബഹുമാനിക്കും, ആദരിക്കും എന്നുള്ളതിനൊരു വലിയ തെളിവാണ് രാമായണ കഥ. അതുകൊണ്ട് യശഫേ അർത്ഥകൃതേ, അർത്ഥമുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അർത്ഥം വെച്ചാൽ ജീവിതത്തിനു വേണ്ട എല്ലാവിധ വിഭവങ്ങളും അർത്ഥങ്ങളാണ്. സമ്പത്ത് മാത്രമല്ല, നമുക്ക് വീട് വേണം, വെള്ളം വേണം, വായു വേണം, താമസിക്കാൻ ഇടം വേണം, ഭക്ഷണങ്ങൾ വേണം, ബന്ധുക്കൾ വേണം. ഇതെല്ലാം അർത്ഥങ്ങളാണ്. ഈ അർത്ഥങ്ങളൊക്കെ നമ്മുടെ കഴിവുകൊണ്ടുണ്ടാക്കുന്നതല്ല. അതൊക്കെ ഈശ്വരന്റെ ഒരു വരദാനമാണ്. ഈ അർത്ഥങ്ങളെല്ലാം രാമായണം പഠിക്കുന്നത് കൊണ്ട് ഭൗതിക ലോക ജീവിതത്തിന് വേണ്ട എല്ലാ അർത്ഥങ്ങളും തന്നെ വന്നു ചേരും. എന്ന് വെച്ചാൽ ഈശ്വര കടാക്ഷം കൊണ്ട് എത്തിച്ചേരും. അത് രാമായണത്തിൽ മറ്റൊരു മഹത്വമാണ്. കാവ്യം യശഫേ അർത്ഥകൃതേ വ്യവഹാരവിധേ. ലോകവ്യവഹാരത്തെ കുറിച്ച് അറിയാൻ വേണ്ടി ലോകത്തിലുള്ള എല്ലാവിധ വിജ്ഞാനങ്ങളും
രാമായണ മഹാഭാരതത്തിൽ കൂടി നമുക്ക് തരും. അതിലില്ലാത്ത ഒരു വിജ്ഞാനവും ലോകത്തില്ല. എല്ലാത്തരം അറിവുകൾ പണ്ടൊക്കെ രാമായണ മഹാഭാരതങ്ങൾ പഠിക്കുക മാത്രമേ ഉള്ളൂ. അതിൻ്റെ അകത്ത് സയൻസ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, പിന്നെന്താണ് മാത്സ് ഉണ്ട്, എല്ലാ വിഷയങ്ങളും ഉണ്ട്. ഇന്ന് അറിയേണ്ട സകല ശാസ്ത്ര വിഷയങ്ങളും കവികൾ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വ്യവഹാരവിധേ യശഫേ അർത്ഥകൃതേ വ്യവഹാരവിധേ ശിവേതരക്ഷതയെ. ശിവം എന്ന് വെച്ചാൽ മംഗളം എന്നർത്ഥം. ശിവേതരം അമംഗളം, അമംഗളത്തിന്റെ ക്ഷതി നാശം. അപ്പൊ ശിവേതരക്ഷതയെ എന്ന് വെച്ചാൽ അമംഗളനാശത്തിനു വേണ്ടി, അമംഗളത്തെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. രാമായണം വായിക്കുന്ന വീട്ടിൽ അമംഗളങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് എത്രയോ കാലമായി നമ്മൾ ശീലിച്ചു വെച്ചതാണ്. ഒരു അമംഗളവും ഉണ്ടായില്ല. മംഗളം ഉണ്ടാക്കാനുള്ളതാണ് രാമായണം. യശഫേ അർത്ഥകൃതേ വ്യവഹാരവിധി ശിവേതരക്ഷതയെ സദ്യ പരനിർവൃതയെ. പെട്ടെന്ന് കേൾക്കുന്നവർക്ക് നിർവൃതി ഉണ്ടാകും. രാമായണം ചൊല്ലുന്നവർക്കും പഠിക്കുന്നവർക്കും മാത്രമല്ല, അത് കേൾക്കുന്നവർക്ക് കൂടി നിർവൃതി ഉണ്ടാകും, ആത്മാനന്ദം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് രാമായണം എവിടെ ഇരുന്ന് വായിക്കുന്നുവോ അത് കേട്ടാൽ ഹനുമാൻ സ്വാമി ഉണ്ടാകും, അത് കേൾക്കാൻ എന്നൊക്കെ നമുക്കൊരു സങ്കല്പമുണ്ട്. കാരണം ആത്മനിർവൃതി തരുന്നതാണ് രാമായണം. സദ്യ പെട്ടെന്ന് പരനിർവൃതയെ കാന്ത സംമിതതയാ ഉപദേശയുജേ. കാന്തയ്ക്ക് തുല്യമായി ഉപദേശിക്കാം. ഉപദേശം രാമായണത്തിലുണ്ട്, കാവ്യങ്ങളിലുണ്ട്. പക്ഷെ അത് ഭാര്യ ഉപദേശിക്കുന്ന പോലെയാണ്. ഉപദേശം 3 തരത്തിലുണ്ട്. ഒന്ന് പ്രഭു സംഹിതം, പിന്നൊന്ന് സുഹൃത്ത് സംഹിതം, പിന്നൊന്ന് കാന്താ സംഹിതം. ഒന്ന് പ്രഭുക്കന്മാർ, യജമാനന്മാർ തങ്ങളുടെ ഭൃത്യന്മാരോട് ഉപദേശിക്കുന്നത് ആജ്ഞാപിക്കുന്ന സ്വരത്തിലാണ്. അതിന് പ്രഭു സംഹിതം. വേദങ്ങളൊക്കെ അങ്ങനെയാണ്. വേദങ്ങളുടെ ഉപദേശം പ്രഭു സംഹിതമാണ്. ഇനിയും സുഹൃത്ത് സംഹിതം. ഒരു സുഹൃത്ത് മറ്റൊരു സുഹൃത്തിനെ ഉപദേശിക്കും. അതില് ആ സൗഹൃദത്തിൻ്റെതായ വഴികൾ, കൂട്ടുകൂടുന്ന രീതികൾ, തല്ലിയും വഴക്ക് പറഞ്ഞും ശാസിച്ചും ഒക്കെ ഉപദേശിക്കുന്ന ഒരു പ്രത്യേക ശൈലിയാണ്. അത് പുരാണങ്ങൾ സുഹൃത്ത് സംഹിതങ്ങളാണ്. കാവ്യമാകട്ടെ കാന്താ സംഹിതമാണ്. ഭാര്യ ഉപദേശിക്കുക. ഭാര്യ ഉപദേശിക്കുന്നത് ഭർത്താവിന്റെ നല്ല നേരം നോക്കി, നല്ല മൂഡ് നോക്കി അടുക്കൾ വന്നിരുന്ന് മറ്റു ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ ഒന്ന് സന്തോഷിപ്പിച്ച് അറിയാതെ ഉപദേശിക്കുകയാണെന്ന് അറിയാതെ ഉപദേശിക്കാൻ പറ്റുക. ഇതാണ് കാന്താ സംഹിതമായ ഉപദേശം. കാവ്യങ്ങൾ അങ്ങനെയാണ്. ഈ 6 കാവ്യ പ്രയോജനങ്ങൾ രാമായണത്തിനുണ്ട്. യശഫേ അർത്ഥകൃതേ വ്യവഹാരവിധേ ശിവേതരക്ഷതേ സദ്യ പരനിർവൃതേ കാന്താ സംഹിതതയാ ഉപദേശിയുജേ. ഈ പറഞ്ഞ കാവ്യപ്രയോജനങ്ങളൊക്കെ രാമായണത്തിനും ചേരും. ഇത് രാമായണത്തിനൊരു മാഹാത്മ്യമാണ്. കാരണം രാമായണം ഇതിഹാസവുമാണ്, ഒപ്പം കാവ്യവുമാണ്. ഈ രണ്ടിന്റെയും ആവശ്യകതകൾ നിറവേറ്റാൻ ഒറ്റ കൃതിക്ക് പറ്റും. അതാണ് രാമായണം. ഈ രാമായണ കഥകൾ നിങ്ങൾക്ക് എല്ലാം അറിയാവുന്നതാണ്. അറിയാൻ മേലാത്തവർ ആരും എൻ്റെ മുമ്പിൽ ഇല്ല. അതുകൊണ്ട് രാമായണത്തിന്റെ കഥ വീണ്ടും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എങ്കിലും ഒരാമുഖം പറഞ്ഞിട്ട് നമുക്ക് വിഷയത്തിലോട്ട് കിടക്കാം. രാമനിലേക്കുള്ള അയനമാണ് രാമായണം. രാമന്റെ അയനം എന്ന് പറയാം. പക്ഷെ അതിനേക്കാൾ ഒന്നുകൂടി നല്ലത് രാമനിലേക്കുള്ള അയനം വെച്ചാൽ യാത്ര, പുറപ്പാട്. രാമനിലേക്കുള്ള യാത്രയാണ് രാമായണം. ആരാണ് രാമൻ എന്ന് ചോദിച്ചാൽ അയോധ്യാധിപതിയായ ദശരഥന്റെ പുത്രനായ രാമൻ എന്നുള്ളതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. രാമശബ്ദം പരമാത്മവാചിയായ ശബ്ദമാണ് രാമശബ്ദം. പരമാത്മാവിനെ കുറിക്കാനുള്ള ഒറ്റ പദമേ ഉള്ളൂ, അത് രാമ എന്ന പദമാണ്. രമന്തേ യോഗിനോ യസ്മിൻ സരാം. രമന്തേ രമിക്കുന്നു യോഗികൾ ആരിൽ. യോഗികൾ ഏതിൽ രമിക്കുന്നുവോ അവനാണ് രാമൻ. യോഗികൾ രമിക്കുന്നത്
ഈ ബ്രഹ്മത്തിനോടാണ്, ആത്മാവിനോടാണ്. മറ്റൊന്നിനോടും യോഗികൾക്ക് രമിക്കാൻ പറ്റില്ല. യോഗികൾ ഏതിൽ രമിക്കുന്നുവോ അത് രാമൻ. അപ്പൊ രാമൻ എന്ന വാക്കിന്റെ അർത്ഥം പരമാത്മ ശബ്ദ ദ്യോതകമാണ്. ബ്രഹ്മശബ്ദത്തിന് പകരമുള്ള ഒരു വാക്കാണ് രാമൻ. അങ്ങനെ ഒരു വാക്കേ ഉള്ളൂ, രാമ എന്നുള്ള ഒരു പദം മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് രാമനിലേക്ക് ബ്രഹ്മത്തിലേക്കുള്ള ഒരു അയനമാണ് രാമായണം എന്ന് പറയുമ്പോൾ രാമായണത്തിന്റെ മാഹാത്മ്യം ശരിക്കും മനസ്സിലാവും. അതെങ്ങനെയാണ് എന്ന് നമുക്ക് പറഞ്ഞു തരാൻ ഒരു ഋഷിയുണ്ട്, വാൽമീകി. നമുക്ക് പരിചിതമാണ് ആ ഋഷിയെ. അദ്ദേഹം പ്രചേതസ് എന്നൊരു ഋഷിയുടെ, അല്ലെങ്കിൽ വരുണന്റെ മറ്റു പേരാണ് പ്രചേതസ് എന്നും. പ്രചേതസ് എന്ന പേരിൽ ഋഷിയുമുണ്ട്. അദ്ദേഹത്തിന്റെ പുത്രനാണ്. പുത്രനായിട്ട് ജനിച്ചു മാത്രമല്ല, ഋഷി തന്റെ ആർഷധർമ്മം മുഴുവൻ നിർവഹിച്ച് അദ്ദേഹത്തെ ഉപനീതനാക്കി വേദങ്ങളൊക്കെ പഠിപ്പിച്ചു, വേണ്ട വിധത്തിലുള്ള സംസ്കാരങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്തു. പക്ഷേ ഈ വാൽമീകി മഹർഷിക്ക്, അല്ലെങ്കിൽ വാൽമീകി ആകുന്നതിന് മുമ്പ് പ്രചേതസിന്റെ പുത്രനായിരിക്കുമ്പോൾ ബ്രഹ്മചര്യം കഴിഞ്ഞിട്ട് ഗാർഹസ്ഥ്യത്തിലേക്ക് പ്രവേശിച്ചു, പത്നിയെ സ്വീകരിച്ചു, കുടുംബജീവിതമായി. കുടുംബജീവിതം വളർന്ന് വലുതായി വന്നപ്പോൾ തനിക്ക് കുടുംബം പുലർത്താനുള്ള ഉപജീവനത്തിനുള്ള വഴികൾ തീരെ ചുരുങ്ങി, കുറഞ്ഞു, ഒന്നുമില്ലാതായി. പക്ഷെ കുടുംബത്തെ പരിരക്ഷിക്കാൻ വേണ്ടി ഇതിന് എന്താണ് ചെയ്യേണ്ടത് എന്ന് പലവരും ആലോചിച്ചിട്ട് അവസാനം അദ്ദേഹം സ്വധർമ്മത്തെ തൽക്കാലം മാറ്റിവെച്ചിട്ട് അന്യധർമ്മമായ പരധർമ്മത്തെ സ്വീകരിച്ച് ധനം ഉണ്ടാക്കാനുള്ള യത്നത്തിൽ മാത്രമായി ജീവിതത്തിന്റെ ശ്രമം. പഠിച്ചതാണ്, പക്ഷേ തന്റെ പ്രവൃത്തിയും പ്രയത്നവും മുഴുവൻ ധന സമ്പാദനത്തിന്. എന്തിനു വേണ്ടിയാണ്? കുടുംബം പുലർത്താൻ. ഇന്ന് നമ്മൾ അതൊക്കെ തന്നെ ചെയ്യുക. എല്ലാമൊക്കെ പഠിച്ചിട്ടുണ്ട്, ശരിയാണ്. പക്ഷേ കാശുണ്ടാക്കാതെ കാര്യം നടക്കില്ലല്ലോ. കുടുംബം പുലർത്തണം, എനിക്ക് ജീവിക്കണം, വാഹനം വേണം, വണ്ടി വേണം, ഭക്ഷണം വേണം, നല്ല വീട് വേണം, കാശുണ്ടാക്കിയേ പറ്റുള്ളൂ. അതിനുവേണ്ടിയുള്ള ശ്രമം, അതിനുവേണ്ടി ധാർമ്മികമായ വഴി വിട്ട് പോകേണ്ടി വന്നു. അങ്ങനെ വഴിയെ പോകുന്നവരെ ആക്രമിക്കുക, അവരുടെ കയ്യിലിരിക്കുന്ന ധനം തന്റെ കയ്യിലാക്കിയെടുക്കുക, അപഹരിക്കുക, ഇതെല്ലാം ഇന്ന് നമ്മളും ഏറെക്കുറെ അതൊക്കെയാ ചെയ്യുന്നത്. മറ്റുള്ള കയ്യിലിരിക്കുന്ന ധനം എങ്ങനെ നമ്മുടെ കയ്യിലാക്കാമെന്ന് ശ്രമിക്കുക. അതിനുവേണ്ടി എത്രയോ ദുർമാർഗങ്ങൾ ഇന്ന് ധാരാളമുണ്ട്. ഒരു പക്ഷേ നമ്മൾ ലോൺ എടുക്കുന്നതും ചിട്ടി പിടിക്കുന്നതും ഒക്കെ ഒരു ദുർമാർഗത്തിന്റെ ആണ്. കാരണം ആ വഴി കൂടി കാശുണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് ശ്രമിക്കുക. അങ്ങനെ നമ്മളും വാസ്തവത്തിൽ ഇദ്ദേഹം ചെയ്ത വഴികളൊക്കെയാണ് സഞ്ചരിച്ചു പോവുക. പക്ഷെ ഇത്രയും ചെയ്യാറില്ല ഇന്ന്. പക്ഷെ അതിൽ കൂടുതൽ നടക്കാറുണ്ട്. ധാരാളം അതിക്രമങ്ങൾ ചെയ്തു. അങ്ങനെ അദ്ദേഹം യാദൃച്ഛികമായിട്ടും അതുവഴി പോയ സപ്തർഷിമാരെന്ന മുനിമാരെ അറിഞ്ഞിട്ടൊന്നുമല്ല, പക്ഷെ അവരിൽ നിന്നും എന്തെങ്കിലും ധനം സമ്പാദിക്കാം എന്ന് ആഗ്രഹിച്ച് അവരെ തടഞ്ഞു നിർത്തി ആക്രമിക്കാൻ പുറപ്പെട്ടപ്പോഴാണ് അവർ ചോദിച്ചത്, നീ ചെയ്യുന്ന അധർമ്മങ്ങളിലേക്ക് ഫലം നീ തന്നെയാണോ അനുഭവിക്കുന്നത്, വീട്ടുകാർ അനുഭവിക്കുമോ? ഇങ്ങനെ ചോദിച്ചാൽ കേൾക്കാനുള്ള മനസ്സുണ്ടാകണമെങ്കിൽ നേരത്തെ ഉള്ള ആശ്രമത്തിൽ ഇതൊക്കെ പഠിച്ച് ഉറച്ച ഒരാളായിരിക്കണം, അല്ലാത്ത ഒരാൾക്ക് പറ്റില്ല. അതുകൊണ്ടാണ് അദ്ദേഹം തിരിച്ചു പത്നിയോട് ചോദിക്കാൻ പോയത്. അല്ലെങ്കിൽ പോയില്ല, നിങ്ങൾ നോക്കോളൂ, എനിക്ക് ധർമ്മമില്ല, വേദമില്ല, ഇതൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു വേണമെങ്കിൽ അവരെ വിടാമായിരുന്നു. പക്ഷെ അതിന് അദ്ദേഹം ശ്രമിക്കാതിരുന്നത് ഇതുകൊണ്ട് മാത്രമാണ്. അപ്പൊ അദ്ദേഹം തീരുമാനിച്ചു, തന്റെ പത്നിയോട് ചോദിച്ചിട്ട് വരാം, ഇവര് പറഞ്ഞത് ശരിയാണോ? ചോദിച്ചപ്പോൾ അവര് പറഞ്ഞു, അങ്ങനെയല്ല, അവരവർ ചെയ്യുന്ന എല്ലാ കർമ്മത്തിന്റെയും ഫലം അവരവർ തന്നെയാണ് അനുഭവിക്കുന്നത്. ബാക്കിയുള്ളവര് കുറച്ചു നാൾ അനുഭവിച്ചേക്കാം, കഴിയുമ്പോ അവരതിൽ നിന്ന് മുക്തി നേടും. മേലിൽ താൻ തന്നെ അനുഭവിക്കും ചില കാലം. അതാ, തന്നെത്താൻ തന്നെ അനുഭവിച്ചു തീർക്കേണ്ടി വരും, ബാക്കിയുള്ളവരൊക്കെ പങ്കിടും, അത്ര മാത്രമേ ഉള്ളൂ എന്നറിഞ്ഞ് തിരിച്ചു വന്ന് ഇവരോട് പറഞ്ഞു, അപ്പം താൻ ചെയ്യുന്ന സമസ്ത ദുഷ്കർമ്മങ്ങളുടെയും ഫലം തന്നെത്താൻ അനുഭവിച്ചു തീർക്കേണ്ടി വരും എന്ന് കർമ്മമോ കർമ്മഫലമോ അനുഭവമോ തനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു പഠിപ്പിന്റെ ഉടമസ്ഥൻ കൂടിയായിരുന്നു ഇദ്ദേഹം. ഇങ്ങനെ കാട്ടാളവൃത്തി കിരാതവൃത്തി സ്വീകരിച്ചപ്പോൾ രത്നാകരൻ എന്നൊരു പേര് പിന്നീട് വന്നാണ്. ഇദ്ദേഹത്തിന് ഫലസിദ്ധമായ പേരായിരുന്നില്ല. അങ്ങനെ രത്നത്തിന് ആകരമായി ജീവിതത്തെ മാറ്റണം എന്ന് വിചാരിച്ചു. ധാരാളം
സമ്പത്തുണ്ടാക്കിയെടുക്കണം എന്ന് ആഗ്രഹിച്ചു. അതുകൊണ്ടൊരു കിട്ടിയ പേരായിരിക്കാം. എന്തായാലും ആ സപ്തർഷിമാര് അദ്ദേഹത്തിന് ഒരു മാനസാന്തരം ഉണ്ടാകാൻ വേണ്ടി ഇവിടെ ഇരുന്ന് ഞങ്ങൾ പറയുന്ന നാമം രാമ എന്നുള്ള ശബ്ദം നിരന്തരമായി ഉച്ചരിച്ചോളൂ. ഇവിടെയും ഈ സപ്തർഷിമാർക്ക് വേറെ മന്ത്രങ്ങളോ ഗായത്രിയോ അറിയാഞ്ഞിട്ടല്ല, അതൊക്കെ വേണേ പറഞ്ഞു കൊടുക്കായിരുന്നു. പക്ഷെ അതൊന്നുമല്ല, അവര് രാമ എന്നുള്ള 2 അക്ഷരത്തിലുള്ള ബ്രഹ്മവാചക ദ്യോതിയായ ശബ്ദത്തെയാണ് ഇവിടെ രത്നാകരന് ഉപദേശിച്ചു. അത് 1000 അല്ല, ലക്ഷങ്ങളല്ല, കോടിക്കണക്കിന് പ്രാവശ്യം ഉരുവിട്ട് അവിടെ ഇരുന്ന് ശരീരം മുഴുവൻ ചിതൽപ്പെട്ടില്ലാണ്ട് അതിൽ നിന്നും പുറത്തു വന്നപ്പോൾ വൽമീകത്തിൽ നിന്നും വന്നതുകൊണ്ട് പിന്നീട് 1000 വർഷം കഴിഞ്ഞ സപ്തർഷിമാര് ആ ചിതൽപ്പെട്ടുകളിലേക്ക് മാറ്റിയിട്ട് അദ്ദേഹത്തിന് വാൽമീകി എന്ന് പേര് കൊടുക്കുന്നു. വൽമീകത്തിൽ നിന്നും വന്നതുകൊണ്ട് വാൽമീകി എന്ന് പേരായി. ഇതേപോലെ നമ്മുടെ ജീവിതത്തിലും എത്രയോ അധർമ്മങ്ങൾ ചെയ്താൽ നമ്മൾ ഇന്ന് ജീവിക്കുന്നേ. ധർമ്മമാണെന്ന് നമ്മുടെ വിചാരം. നമുക്ക് തമ്മിലുള്ള തിരിച്ചറിവ് ശരിക്കില്ല. ഈ അധർമ്മം ചെയ്ത് ജീവിക്കുന്നതിന്റെ ഫലം നമ്മൾ അനുഭവിച്ചതിനെ തീരേണ്ടി വരും. അത് താൻ തന്നെ അനുഭവിക്കേണ്ടി വരും. ബാക്കിയുള്ളവർക്ക് കുറേശ്ശെ പങ്കിടാൻ, പിന്നെ അവരെ ഇന്ന് മുക്തരായിട്ട് പോകും. നമ്മൾ തന്നെയാണ് കൂടുതൽ അനുഭവിക്കേണ്ടി വരിക. നമ്മുടെ ഉള്ളിൽ ഇതേപോലെയുള്ള ഒരു കിരാത സംസ്കാരം കട്ടിപിടിച്ച് കുറച്ചു നാളുകളായിട്ടുണ്ട്. അതിക്രമം കാണിച്ചും എന്താണ് മറ്റുള്ളവരെ തട്ടിപ്പറിച്ചും ഏതെങ്കിലും തരത്തിൽ മറ്റുള്ള ധനം തന്റെ കയ്യിലാക്കണം എന്നുള്ള ദുർവിചാരം. അത് മാറണമെങ്കിൽ, അതുകൊണ്ട് കലുഷിതമായ മനസ്സിനെ ശാന്തമാക്കി മാറ്റണമെങ്കിൽ നിരന്തരമായും രാമനാമങ്ങൾ ഉച്ചരിച്ച് കിട്ടുന്ന ഒരു ആത്മബലം സ്വീകരിക്കണം. വളരെ പണ്ട് നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് സന്ധ്യയ്ക്ക് നാമം ചൊല്ലുക, സന്ധ്യാനാമം എന്നറിയപ്പെടുന്നത് രാമനാമത്തെയാണ്. എല്ലാ വീടുകളിലും സന്ധ്യയ്ക്ക് രാമനാമം ഉറക്കെ ചൊല്ലും. വെറും രാമ 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 എന്ന് മാത്രമേ ഉള്ളൂ. അതിന് എണ്ണവുമില്ല. ഇത്ര പ്രാവശ്യം ചൊല്ലണം, 50 പ്രാവശ്യം ചൊല്ലി നിർത്തിക്കോളൂ, 108 പ്രാവശ്യം ചൊല്ലി നിർത്തിക്കോളൂ, അങ്ങനെയില്ല. അരമണിക്കൂറോ 1 മണിക്കൂറോ എഴുന്ന് നാമം ചൊല്ലിയതിനു ശേഷം ഭക്ഷണം കൊടുക്കുമായിരുന്നു. അന്നൊക്കെ എല്ലാ ഹൈന്ദവ ഗൃഹങ്ങളിലും നിരന്തരമായും ചൊല്ലിക്കൊണ്ടിരുന്ന ഒരേ ഒരു നാമം രാമനാമം. ഇന്ന് നഷ്ടപ്പെട്ടു പോയതാണ് ആത്മബലം കുറയാൻ കാരണം. ഒരു വാൽമീകി ഉണ്ടാവാത്തതും അതുകൊണ്ടാണ്. രത്നാകരന്മാർ വളർന്നു വലുതാകുന്നതും അതുകൊണ്ടാണ്. ആ രത്നാകരന്മാരിൽ നിന്നും ഒരു നമുക്ക് ഒരു വാൽമീകി മഹർഷി ഉണ്ടാക്കിയെടുക്കാൻ നിരന്തരമായും രാമനാമത്തെ ഉച്ചരിച്ച് കിട്ടുന്ന ആത്മബലം കൊണ്ട് ഉള്ളിൽ ഉറഞ്ഞുകൂടിയ കിരാത സംസ്കാരത്തെയൊക്കെ നശിപ്പിച്ചു കളഞ്ഞിട്ട് ഒരു നല്ല ഉത്കൃഷ്ടമായ ജീവിതചര്യ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് പറ്റണം. അത് രാമനാമം കൊണ്ടേ സാധിക്കുള്ളൂ. ഇത് രാമായണത്തിന് ഏറ്റവും വലിയ സ്വാധീനമാണ്. ഇങ്ങനെയാണ് രാമായണത്തെ നമുക്ക് ജീവിതത്തിൽ ഉൾക്കൊള്ളേണ്ടത്. രാമനാമത്തിന്റെ മഹത്വവും മഹാത്മ്യവും അതുകൊണ്ട് തന്നെ നമുക്ക് വ്യക്തമാക്കാൻ പറ്റുകയും ചെയ്യും. ആ 2 നാമങ്ങൾ ആവർത്തിച്ചുച്ചരിച്ച് കിട്ടുന്ന ഒരു ആത്മബലമാണ്. മന്ത്രങ്ങൾ ആവർത്തിക്കുന്നതിനാണ് ബലം കൂടുന്നത്. ഒറ്റ പ്രാവശ്യം ഒരു മന്ത്രവും ചൊല്ലാറില്ല. മൂലമന്ത്രമാണെങ്കിൽ പോലും 3 പ്രാവശ്യം വേണമെന്നാണ്. 3 പ്രാവശ്യമെങ്കിലും കുറഞ്ഞത്. പിന്നെ അതിന്റെ സംഖ്യ മുകളിലോട്ട് കൂടി എത്ര വേണമെങ്കിലും ആകാം. ആവർത്തിക്കുമ്പോഴാണ് ബലം കിട്ടുന്നത്. ചില ഔഷധങ്ങൾ അങ്ങനെയാണ്. 101 ആവർത്തിച്ചു കഴിയുമ്പോൾ അതിന്റെ ബലവും ശക്തിയും കൂടുതലാണ്. രോഗത്തെ പെട്ടെന്ന് സംഹരിക്കാൻ പറ്റും. ഇതേപോലെ മനസ്സിൽ ബാധിച്ചിരിക്കുന്ന രോഗത്തെ പെട്ടെന്ന് സംഹരിക്കാൻ നാമങ്ങളെ, മന്ത്രങ്ങളെ ആവർത്തിക്കണം. ആവർത്തിച്ച് ഉച്ചരിച്ച് കിട്ടുന്ന ഒരു ആത്മബലം കൊണ്ട് മനസ്സിന്റെ രോഗത്തെ മുഴുവൻ നീക്കി മനസ്സിനെ ബലപ്പെടുത്തി മാലിന്യമില്ലാത്ത മനസ്സിന്റെ ഉടമസ്ഥരായിട്ട് ജീവിക്കാൻ പറ്റൂ. ഇതൊക്കെയാണ് രാമായണം നൽകുന്ന ഏറ്റവും വലിയ സന്ദേശങ്ങൾ. ഇത് ഞാൻ ആമുഖമായിട്ട് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അങ്ങനെ ചിതൽപ്പെട്ടിൽ നിന്നും ഈ രാമശബ്ദത്തിന്റെ മഹത്വം കൊണ്ട് ഋഷിയായി തീർന്ന ആ വാൽമീകി മഹർഷിയെ സ്മരിച്ചുകൊണ്ടേ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റും. നമ്മൾക്കും നമ്മുടെ ഉള്ളിലുള്ള കിരാത സംസ്കാരത്തെ നശിപ്പിച്ച് മനുഷ്യനാകാം, പോരാ ഋഷിയാകാം. അങ്ങനെ ആവണം എന്നാണ് രാമനിലേക്കുള്ള അയനം എന്ന് ഞാൻ
രാമായണത്തെ ഒന്ന് പരിഷ്കരിച്ച് വ്യാഖ്യാനിക്കാൻ കാരണം അതാണ്. രാമനിലേക്കുള്ള പോക്കാണ് രാമായണം. ഇനിയും രാമായണം മനുഷ്യ ജീവിതത്തിലേക്ക് വേണ്ടുന്ന എല്ലാത്തരം സന്ദേശങ്ങളും ഉപദേശങ്ങളും നൽകാൻ സന്നദ്ധമാണ്. കാരണം രാമായണം ഒരു ജീവിത കഥയാണ്, ഒരു മനുഷ്യ ജീവിതത്തിന്റെ കഥയാണ് രാമായണം. ആ രാമായണം കഥയിലേക്ക് കടന്നാല് 3 കുടുംബ കഥയാണ് രാമായണത്തിലെ കഥ. ഒന്ന് അയോധ്യയിൽ, മറ്റൊന്ന് കിഷ്കിന്ധയിൽ, പിന്നൊന്ന് ലങ്കയിൽ. അയോധ്യയിലെ രാജകുടുംബം സദ്ഗുണസമ്പന്നമാണ്, ധാരാളം സദ്ഗുണങ്ങളുടെ ഉടമസ്ഥന്മാരാണ്. അതുകൊണ്ട് അവിടെ വളർന്നു വരുന്ന ഒരു ഗുണം സാത്വികം എന്ന ഗുണമാണ്. സാത്വിക ഗുണത്തിന്റെ ഉടമസ്ഥരാണ് ആ സൂര്യവംശ രാജാക്കന്മാരിൽ അധികവും. അല്ലാത്തവരും ഉണ്ട്, ഇല്ലാതില്ല, അധികവും. അങ്ങനെ വന്ന ഒരു രാജകുടുംബത്തിന്റെ കഥ, സത്വഗുണത്തിന്റെ പ്രതീകമായ ഒരു മനുഷ്യ ജീവിതത്തിന്റെ കഥ. ഇനിയും കിഷ്കിന്ധയിൽ ഒരു രാജകുടുംബമുണ്ട്, വാനരന്മാരുടെ രാജകുടുംബമാണ്, ഭാര്യയുടെ നേതൃത്വത്തിലുള്ള ഒരു കുടുംബം. അവിടെ വളർന്നു വരുന്നത് രജോ ഗുണമാണ്. ഞാൻ 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 ആണെന്നുള്ള ഭാവനയിൽ വളർത്തിയെടുത്ത ഞാനാണ് ശക്തിമാൻ, ഞാനാണ് വലിയവൻ എന്ന ഓരോ നിമിഷവും അവനവന്റെ ശക്തിയിൽ മാത്രം ആദരവ് കാണിച്ചു പോകുന്ന ഒരു വലിയ കുടുംബനാഥനും അതുകൊണ്ട് ആ വംശത്തിന് സംഭവിച്ച കളങ്കവും പോരായ്മയും ഒക്കെ വർണ്ണിച്ചിട്ട് രജോ ഗുണത്തെ വർണ്ണിച്ചു വലുതാക്കി അതിനെ ഇല്ലായ്മ ചെയ്ത കഥയാണ് കിഷ്കിന്ധ. ലങ്കയിലേക്ക് കിടന്നാലുണ്ട്, അവിടുത്തെ രാജാക്കന്മാർ തമോ ഗുണപ്രകൃതികളാണ്. അത് തമോ ഗുണത്തിന് അടിമകളാണ്. അജ്ഞാനമുണ്ട്, അതേപോലെ കാമമുണ്ട്, ക്രോധമുണ്ട്, മതമുണ്ട്, മാത്സര്യമുണ്ട്, അസൂയയുണ്ട്, ഡംഭുണ്ട്, ഈർഷ്യയുണ്ട്. ഇതെല്ലാം തമോ ഗുണത്തിന്റെ പ്രതിനിധികളാണ്. ഇതിന്റെയൊക്കെ ഒരു കൂടാണ് ലങ്ക. ആ ലങ്കയിലെ രാജാക്കന്മാർ തമോ ഗുണപ്രകൃതികളാണ്. അപ്പം ഇവിടെ ഈ 3 കുടുംബകഥ ഈ ത്രികോണാകൃതിയിൽ അവതരിപ്പിക്കാൻ കാരണം സത്വഗുണപ്രതീകമായ രാമൻ അയോധ്യയിൽ നിന്നും യാത്ര പുറപ്പെട്ട് കിഷ്കിന്ധയിലെത്തി രജോ ഗുണത്തെ നശിപ്പിച്ച്, ലങ്കയിലെത്തി തമോ ഗുണത്തെയും നശിപ്പിച്ച്, തിരിച്ച് അയോധ്യയിലെത്തി സത്വഗുണത്തെ പുനഃസ്ഥാപിച്ച് ഗുണാതീതനായി തീർന്ന ഒരു കഥ. നമ്മുടെ ജീവിതത്തിൽ ഇതാണ് വേണ്ടത്. നമ്മുടെ ജീവിതത്തിലും ഈ 3 ഗുണവുമുണ്ട്. സത്വഗുണമുണ്ട്, രജോ ഗുണമുണ്ട്, തമോ ഗുണം. ചിലപ്പോൾ നമ്മൾ സത്വഗുണത്തിന് ഉടമസ്ഥരാണ്. അമ്പലത്തിൽ ചേരുമ്പോൾ, പൂജ കഴിക്കുമ്പോൾ, നാമം ജപിക്കുമ്പോൾ, ആധ്യാത്മിക ഭാഷണങ്ങൾ കേൾക്കുമ്പോൾ, സത്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഒക്കെ നമ്മൾ സത്വഗുണം പ്രതികരിക്കാറാണ്. അപ്പൊ നമ്മിൽ ദുർവാസനകൾ അധികം അത്രയും സമയം ഉണ്ടാവാറില്ല, ഉണ്ടാവാൻ സമ്മതിക്കില്ല, അതുകൊണ്ട് ഉണ്ടാവാറില്ല. ഉണ്ട്, പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? അടക്കി അടിച്ചമർത്തി വെക്കും. എന്നിട്ട് ഈ സത്വഗുണത്തെ അല്പനേരത്തേക്ക് ഉയർത്തി വലുതാക്കി വെച്ചുകൊണ്ടാണ് ഈ സത്കർമ്മങ്ങളെല്ലാം ചെയ്യുന്നത്. അത് 1 മണിക്കൂറോ, അരമണിക്കൂറോ, 2 മണിക്കൂറോ, 3 മണിക്കൂറോ ആട്ടെ കഴിയുമ്പോൾ അവിടെ നിന്ന് നമ്മൾ അത് മാറ്റിയിട്ട് അടുത്ത രജോ ഗുണത്തിലേക്ക്. അമ്പലത്തിന്റെ പുറത്ത് കടന്നാൽ പിന്നെ അമ്പലത്തിനകത്ത് നിൽക്കുമ്പോൾ സത്കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സത്വഗുണം, പുറത്ത് കിടക്കുമ്പോൾ അമ്പലത്തിലെ പോരായ്മകൾ, ന്യൂനതകൾ, ഓരോരുത്തരുടെ ഇടപെടലുകൾ, കമ്മിറ്റികൾ, ക്ഷേത്രത്തിലെ ശാന്തിക്കാർ, അവര് പ്രസാദം തന്നത് ശരിയായില്ല, പായസം നന്നായില്ല, ഈ ധാരാളം പോരായ്മകൾ പറയുന്നത് വളർന്നു വന്ന രജോ ഗുണങ്ങളാണ്. ഇനി തിരിച്ച് വീട്ടിലെത്തുമ്പോൾ നമ്മുടെ യഥാർത്ഥ സ്വഭാവം കാണാം, അതാണ് തമോ. ഇത് 3 നമ്മിലുണ്ട്. ആവശ്യാനുസരണം ഈ 3 നമ്മൾ എടുക്കും. രാമായണം പറയുന്നത് അല്പം വളർന്നു കിട്ടിയ ഈ സത്വഗുണം കൊണ്ട് രജസിനെ ഇല്ലാതാക്കിയെങ്കിൽ മാത്രമേ തമസിനെ നിഗ്രഹിക്കാൻ പറ്റൂ. രാവണനെ കൊല്ലണമെങ്കിൽ ബാലിയെ കൊന്നേ പറ്റുള്ളൂ, അല്ല പറ്റില്ല. കാരണം രജോ ഗുണത്തെ ഇല്ലാതാക്കിയെങ്കിലേ തമസിനെ ഇല്ലാതാക്കാൻ പറ്റൂ. അങ്ങനെ രജോ ഗുണത്തെ ഇല്ലാതാക്കി തമസിനെയും ഇല്ലാതാക്കി കഴിഞ്ഞാൽ പിന്നെ ശേഷിക്കുന്ന സത്വഗുണം മാത്രമാണ്. ആ സത്വഗുണം കൊണ്ട് തിരിച്ച് അയോധ്യയിൽ വന്ന് ആ സത്വഗുണത്തെ കൂടെ ഉപേക്ഷിച്ച് ഗുണാതീതനായി നിർഗുണനായി ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കണമെന്ന് ഈശ്വരൻ രാമൻ എന്ന മനുഷ്യനായി അവതരിച്ച് നമ്മെ കാണിച്ചു.
ഇതാണ് രാമായണം നൽകുന്ന ഏറ്റവും വലിയ ഒരു സന്ദേശം. നമുക്ക് നിത്യജീവിതത്തിൽ അനുകരിക്കാൻ പറ്റുന്ന അതാണ്. 3 കുടുംബ കഥകളെയാണ് രാമായണത്തിലുള്ളൂ. അത് മനോഹരമാക്കി അവതരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചതാണ് രാമായണം കഥ മുഴുവൻ. ഇനി അതിലേക്ക് കടക്കുമ്പോൾ ഒരു കുടുംബ ജീവിതത്തിൽ ഒരു മനുഷ്യൻ അനുഷ്ഠിക്കേണ്ടുന്ന എല്ലാത്തരം അനുഷ്ഠാന പദ്ധതികളെയും വാൽമീകി നമ്മുടെ മുമ്പിൽ ആവിഷ്കരിക്കുന്നു. എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ്, ലക്ഷോപലക്ഷം വർഷം മുമ്പ്. ഒരു കുടുംബ ജീവിതത്തിൽ കുറെ അധികം ധർമ്മങ്ങൾ, രാമായണം ധർമ്മത്തിന്റെ പ്രതീകമാണ്. കാരണം രാമായണം മുഴുവൻ ധർമാനുസരണമായ ഒരു ജീവിതചര്യ കാണിച്ചു തരാനാണ്. എന്നാൽ അധർമ്മങ്ങൾ ഇല്ലേ? ഉണ്ട്. കാരണം എന്താണ്? അധർമ്മത്തെയും അവതരിപ്പിച്ച് കാണിച്ചിട്ട് തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞിട്ട് ധർമ്മം ചെയ്യണം എന്ന് പറയും. ഇത് വേദത്തിന്റെ ഒരു വലിയ സംഭാവനയാണ്. വേദത്തിൽ വിധിയുമുണ്ട്, നിഷേധവുമുണ്ട്, രണ്ടും പറയും. ഇത് ചെയ്യണം, ഇത് ചെയ്യരുത് എന്ന് രണ്ടും പറയും. ചെയ്യണമെന്ന് മാത്രം പറഞ്ഞാൽ എന്താണ് ചെയ്യരുതെന്ന് നമുക്ക് കിട്ടത്തില്ല. ഇന്നതാണ് ദോഷം. എന്ത് ചെയ്യണം എന്ന് പറയാൻ ധാരാളം ആൾക്കാരുണ്ട്, ആചാര്യന്മാരുണ്ട്. എന്ത് ചെയ്യരുത് എന്ന് പറയാൻ ആള് തീരെ കുറവാണ്. വേദം രണ്ടും പറയും. അമൃതം ഭക്ഷേ, അമൃത ഭക്ഷിക്കണം, എന്ന കളഞ്ചം ഭക്ഷേ, വിഷം ഭക്ഷിക്കരുത് എന്ന് വേണ്ടതും അരുതായ്മകളും രണ്ടും എടുത്തു കാണിക്കാൻ വേദം തയ്യാറാണ്. ആ വേദത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്നതാണ് രാമായണം. വേദമാണ് രാമായണമായി ഭൂമിയിൽ അവതരിച്ചത്. വേദവേദ്യനായ ഭഗവാൻ രാമനായി ജനിച്ചപ്പോൾ വേദം രാമായണമായിട്ട് വന്നു. വേദവേദ്യേ പരംപുംസി ജാതേ ദശരഥാത്മജേ വേദപ്രാചേതഫാദാഫി സാക്ഷാത് രാമായണാത്മന. വേദവേദ്യനായ പരമപുരുഷനായ ഭഗവാൻ എപ്പോഴാണോ ഭൂമിയിൽ രാമനായി അവതരിച്ചത്, അപ്പോൾ ഭഗവാന്റെ തത്വവും ശബ്ദവുമായ വേദം രാമായണമായിട്ട് ഭൂമിയിൽ അവതരിച്ചു. അതുകൊണ്ട് രാമായണം വേദസംഹിത തന്നെയാണ്. ഈ കാലഘട്ടത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ പാകത്തിന് തന്നാണ്. ത്രേതായുഗത്തിൽ ഉണ്ടായതാണെങ്കിലും ഇന്നും നിലനിൽക്കുന്നതാണ്. അപ്പൊ ഇവിടെ ഒരു മനുഷ്യ ജീവിതത്തെ എങ്ങനെ വേണം എന്ന് കാണിക്കാനാണ് ഈശ്വരൻ മനുഷ്യനായി അവതരിച്ചത്. രാമാവതാരം, മനുഷ്യാവതാരം. ബാക്കി ഒരവതാരത്തിലും മനുഷ്യത പൂർണ്ണമായിട്ടും കാണാൻ പറ്റില്ല. ഓരോ അവതാരങ്ങൾ ഓരോ തരത്തിലാണ്. വാസ്തവത്തിൽ രാമാവതാരത്തിന്റെ ലക്ഷ്യം രാവണ നിഗ്രഹമായിരുന്നു എങ്കിൽ ഒരു അരമണിക്കൂർ മതി രാവണനെ കൊന്ന് തിരിച്ചു പോകാൻ. അത്രേ വേണ്ടൂ. നരസിംഹാവതാരത്തിന് ഒരു 40 മിനിറ്റ് മതി. 3/4 മണിക്കൂർ കൊണ്ട് നരസിംഹാവതാരം പൂർത്തിയാക്കി ഭഗവാൻ തിരിച്ചുപോയി. പല അവതാരങ്ങളും അങ്ങനെയാണ്, കുറച്ചു കാലത്തേക്കേ വേണ്ടി വന്നുള്ളൂ. പക്ഷേ രാമാവതാരം ഒരു മനുഷ്യജന്മം മുഴുവനും കാണിക്കാം. സമ്പൂർണമായ മനുഷ്യജന്മത്തെ കാണിക്കുന്നത് ഈശ്വരൻ മനുഷ്യനായി അവതരിച്ച് നമ്മെ ഒരു മോഡലാക്കി കാണിച്ചു തരികയാണ്. മനുഷ്യ ജീവിതം ഇങ്ങനെയൊക്കെയാണ്. എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത് രണ്ടും നമ്മെ കാണിക്കലാണ് രാമായണത്തിന്റെ ലക്ഷ്യം. അതുകൊണ്ട് മനുഷ്യ ജീവിതത്തെ ധാർമ്മികമായി എങ്ങനെ വിനിയോഗിച്ച് കൃതാർത്ഥതയിൽ എത്തിക്കണം എന്ന് കാണിക്കാനുള്ള മഹത്തായ ഒരു ഇതിഹാസ കഥയാണ് രാമായണം. അപ്പൊ ധർമ്മമാണ് രാമായണത്തിന്റെ പ്രധാന വിഷയം. ഈ ധർമ്മം എങ്ങനെ ഭൂമിയിൽ നിലനിൽക്കണം എന്ന് കാണിക്കാം. ധർമ്മത്തിന്റെ രാമായണം നൽകുന്ന ഒരു വ്യാഖ്യാനം കടമകളാണ്, അനുഷ്ഠാനങ്ങൾ. ധർമ്മത്തിന് ഇഷ്ടം പോലെ വ്യാഖ്യാനങ്ങൾ പല ഗ്രന്ഥങ്ങളിൽ പല കാലങ്ങൾക്കനുസരിച്ച് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ രാമായണം മനുഷ്യ ജീവിതത്തിന്റെ കടമകളാണ്. അങ്ങനെ ആയാൽ അത് ബന്ധവാചികളാണ്. ഒത്തിരി കടമകളുണ്ട്. പിതൃധർമ്മം, ഒരു പിതാവ് അനുഷ്ഠിക്കേണ്ടുന്ന കടമ. മാതൃധർമ്മം, അമ്മ അനുഷ്ഠിക്കേണ്ട കടമ. പുത്രധർമ്മം, പുത്രന്മാർ അനുഷ്ഠിക്കേണ്ട കടമ. പത്നീധർമ്മം, പത്നി അനുഷ്ഠിക്കേണ്ട കടമ. ഇനിയുള്ളത് ഭർത്തൃധർമ്മം, ഒരു ഭർത്താവ് അനുഷ്ഠിക്കേണ്ടത് കടമ. ബന്ധുധർമ്മം, ബന്ധുക്കൾ അനുഷ്ഠിക്കേണ്ട കടമകൾ. സൗഹൃദം, അതൊരു കടമയാണ്.
എങ്ങനെ സൗഹാർദ്ദം ഉണ്ടാക്കണം എന്ന്, എങ്ങനെയാണ് ഒരാൾക്ക് മിത്രമായി ജീവിക്കാൻ പറ്റുക, എങ്ങനെയാണ് ഭക്തനായി ജീവിക്കാൻ പറ്റുക, ഇങ്ങനെ എത്ര എത്ര കണക്കില്ലാത്ത ധർമ്മ ബന്ധങ്ങളെ വാൽമീകി കഥാപാത്രങ്ങളുടെ നമ്മുടെ മുമ്പിൽ വരച്ചു കാണിക്കലാണ്. അതിന് ഉദാഹരണമാണ് ഈ 3 കുടുംബകഥകൾ. ഈ 3 കുടുംബകഥയിലേക്ക് കയറി ചേരുമ്പോൾ ധാരാളം ഉദാഹരണം നമുക്ക് കിട്ടും. അതിൽ 1-2 ഞാൻ സൂചിപ്പിച്ച് നമുക്ക് അകത്തോട്ട് കിടക്കാം, ഇനി വരുന്നുണ്ട്. ഏറ്റവും അധികം ഇന്നത്തെ അന്ന് പറഞ്ഞ കാര്യമാണ്. ഇന്നത്തെ കുടുംബജീവിതത്തിൽ വഷളാകാവുന്ന ഒരു ബന്ധം മാതൃധർമ്മമാണ്. ഒരമ്മയുടെ ധർമ്മം, അമ്മ എങ്ങനെ അമ്മയായി ജീവിക്കണം, ഒരമ്മയ്ക്ക് വേണ്ട ധർമ്മോപദേശങ്ങൾ എന്തൊക്കെയാണ് എന്ന് കാണിക്കാൻ 3 അമ്മമാരെ രംഗത്ത് അവതരിപ്പിക്കുന്നത്. കൗസല്യ, സുമിത്ര, കൈകേയി. 3 അമ്മമാരെ വെച്ചിട്ടാണ് ഈ രാമായണം മാതൃധർമ്മം എന്താണെന്ന് നമ്മെ ബോധ്യപ്പെടുത്തും. 3 പേരെയും നമുക്ക് പരിചയമാണ്. 3 തരത്തിലുള്ള ധർമ്മങ്ങളാണ്. ഇതെന്താണ് ഇങ്ങനെ കാണിച്ചെന്ന് ചോദിച്ചാൽ, എന്തനുഷ്ഠിക്കണം എന്തനുഷ്ഠിക്കരുത് എന്ന് പറയാനാണ്. ഒരു പ്രദർശനശാലയാണ് വാൽമീകിയുടെ രാമായണം. സ്റ്റോളുകൾ ഒരുക്കി വെച്ചിട്ടുണ്ട് വാൽമീകി. ഓരോ സ്റ്റോളിൽ കയറി അതിൻ്റെ അകത്ത് സാധനങ്ങളൊക്കെ പരിചയപ്പെടാം. അവിടെ ഋഷി നിപ്പുണ്ട്, നമുക്ക് പരിചയപ്പെടുത്താൻ. വേണമെങ്കിൽ വാങ്ങാം, അല്ലെ തിരിച്ചു പോവാം. ഇതേപോലൊരു വലിയ പ്രദർശനശാലയാണ്. അതിൽ ആദ്യത്തെ സ്റ്റോളിൽ കൗസല്യയെ ഇരുത്തി കൗസല്യയുടെ ഗുണഗണങ്ങൾ മുഴുവൻ വർണ്ണിച്ച് നമ്മെ കേൾപ്പിച്ചു. നിങ്ങൾക്ക് കൗസല്യയെ പോലെയാണോ ആവേണ്ടത്, ആയിക്കോളൂ. അല്ലെങ്കിൽ അപ്പുറത്ത് സുമിത്രയുണ്ട്, അതിൻ്റെ അപ്പുറത്ത് കൈകേയിയുണ്ട്. ഇവർക്കെല്ലാം വേണ്ടി ഓരോ സ്റ്റാൾ ഒരുക്കി വെച്ചിരിക്കുകയാണ്. കൈകേയിയുടെ സ്റ്റാളിൽ എത്തിയപ്പോഴാണ് മാതൃധർമ്മം എങ്ങനെ വഷളായി തീരാം എന്ന് കാണിച്ചത് ആ സ്റ്റോളിൽ വെച്ചാണ്. എങ്ങനെ വഷളാകാം? മന്ധരയുടെ ദൂഷിത വലയത്തിൽ അകപ്പെട്ടപ്പോൾ. മന്ധരയുടെ ദൂഷിത വലയത്തിൽ അകപ്പെട്ടാൽ മാതൃധർമ്മം നശിക്കാൻ ഇടയാകും. ഒരു അമ്മയുടെ മാതൃത്വം നശിക്കുന്നത് മറ്റൊരാളുടെ ദുഷ്ടാത്മാവായ ഒരാളുടെ ദൂഷിത വലയത്തിൽ അകപ്പെടുമ്പോഴാണ്. അത് അകപ്പെടാതെ ജീവിക്കുക എന്നുള്ളതാണ് ജീവിതത്തിന്റെ പരമോന്നതമായ ധർമ്മം. അത് പറ്റാതെ പോയ ആളാണ് കൈകേയി. എന്നാൽ ഈ കൈകേയിയുടെ യഥാർത്ഥ സ്വരൂപം രാമായണം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. തന്റെ പുത്രനായ രാമൻ, അന്യനെന്ന് വിചാരമില്ല, തന്റെ പുത്രനായ രാമൻ നാളെ പ്രഭാതത്തിൽ അഭിഷിക്തനായി എന്ന് തോഴിമാര് വന്ന് പറഞ്ഞപ്പോൾ ആകുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്റെ കയ്യിൽ കിടന്ന 100 കണക്കിന് പൊൻവളകൾ ഊരി ദാനം ചെയ്തവളാണ് ഈ കൈകേയി. അത്രയ്ക്ക് സന്തോഷിച്ചു. കയ്യിൽ കിടക്കുന്ന വള വേറൊരാൾ കൊടുക്കുന്നത് അത്ര സന്തോഷം ഉണ്ടാവണം. ഇപ്പൊ രാമാഭിഷേകത്തിൽ ഏറ്റവും സന്തോഷിച്ചൊരു കഥാപാത്രമാണ് കൈകേയി. കാരണം തന്റെ കയ്യിൽ കിടന്നതല്ല എത്രയോ അവിടെ രത്നം പതിച്ച സ്വർണ്ണവളകളായിരുന്നു. അതെല്ലാം ഊരി ഈ തോഴിമാർക്ക് ദാനം ചെയ്തത് ഈ കേട്ടയിൽ സന്തോഷം കൊണ്ടാണ്. പിന്നെ എന്തു പറ്റി? ഇവിടെയാണ് ആ മാതൃത്വം മന്ധരയുടെ ദൂഷിത വലയത്തിൽ അകപ്പെട്ടു. ഇതേപോലെയുള്ള മന്ധരമാർ നമ്മുടെ വീടിന്റെ അടുക്കള തോറും കയറി ഇറങ്ങി നടപ്പുണ്ട്. ഒന്ന് ശ്രദ്ധിച്ചോളൂ. നമ്മുടെ വീട്ടിൽ വന്ന് നമ്മുടെ അമ്മയോട് പറയും, നിങ്ങളുടെ ഭർത്താവിനെ ഇന്നലെ ഇന്ന മുക്കിൽ വെച്ച് ഇന്നൊരു സ്ത്രീയുമായി സംസാരിക്കുന്നത് ഞാൻ കേട്ടതാണ്. അപ്പം ഈ സ്ത്രീയുടെ സ്വഭാവം നേരെ മാറുകയാണ്. എന്റെ ഭർത്താവിന്റെ സ്വഭാവം അന്യ വീട്ടിലെ സ്ത്രീ പറഞ്ഞു വേണ്ടല്ലോ ഞാൻ അറിയാൻ, എനിക്കറിയാം. അതിലെനിക്ക് പൂർണ്ണ വിശ്വാസമോ ആത്മാർത്ഥതയോ ഇല്ലാതെ പോകുമ്പോൾ ഈ ദൂഷിത വലയത്തിൽ അകപ്പെട്ട് പിറ്റേ ദിവസം അതായത് അദ്ദേഹത്തോട് വിരോധമാണ്, പകയാണ്, ഭയങ്കര അടിപിടിയും വഴക്കും ബഹളമാണ്. അതുപോലെ ഈ അമ്മയുടെ മക്കളെ കുറിച്ച് എത്രയോ അപവാദം പറയാം. ഈ അപവാദങ്ങളൊക്കെ കേട്ടാൽ പിറ്റേ ദിവസം മുതൽ അവരോട് വിദ്വേഷമാണ്. ഇതല്ല വേണ്ടത്. ഇവരുടെ നിജസ്ഥിതി എനിക്കാണ് അറിയാവുന്നത്, നിങ്ങൾക്കല്ല. നിങ്ങളുടെ വാക്ക് കേട്ടല്ല ഞാൻ എൻ്റെ ഭർത്താവിനെയോ മക്കളെയോ തിരിച്ചറിയേണ്ടത് എനിക്കറിയാം. ഇത് പറയാനുള്ള ഒരു കെൽപ്പില്ലാതെ പോയി. എന്തുകൊണ്ട്? ദൂഷിത വലയത്തിൽ അകപ്പെട്ടപ്പോൾ.
അങ്ങനെയാണ് മന്ഥരയുടെ ദൂഷിത വലയത്തിൽ അകപ്പെട്ടപ്പോൾ മാതൃത്വം ദുഷിച്ചു. ഇതേപോലെ നമ്മുടെ കുടുംബങ്ങളിൽ നടക്കുന്ന മന്ഥരമാരെ സൂക്ഷിക്കുക എന്ന് നമ്മെ ഒന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി തന്നെ ആവണം ഇതുപോലെ കഥാപാത്രത്തെ വാൽമീകി അവതരിപ്പിച്ചത്. അങ്ങനെ ആ ദൂഷിത വലയത്തിൽ അകപ്പെട്ടപ്പോൾ എന്ത് സംഭവിച്ചു? പിറ്റേ ദിവസം ആ അയോധ്യ രാജധാനിയിലുള്ള എല്ലാ അംഗങ്ങളെയും കണ്ണുനീരിലാഴ്ത്തി. രാജധാനി മാത്രമല്ല, അയോധ്യ നഗരത്തെ മുഴുവൻ പിറ്റേ ദിവസം രാവിലെ കരയിപ്പിക്കാൻ പറ്റി. കണ്ണീരിൽ കുതിർന്ന ഒരു അയോധ്യയാക്കാൻ പറ്റി. ആർക്ക്? ഒരമ്മ ദൂഷിച്ചപ്പോൾ. ശ്രദ്ധിക്കൂ, ഒരു മാതൃത്വം ഒരു കുടുംബത്തിൽ ദുഷിച്ചാൽ ആ ഒരു വ്യക്തിക്ക് മാത്രമല്ല, ആ കുടുംബത്തിലെ അംഗങ്ങൾക്ക് മാത്രമല്ല, നാടിനെ മുഴുവനും ദോഷത്തിൽ, ദുഃഖത്തിൽ, കണ്ണീരിൽ അകപ്പെടുത്താൻ മാതൃത്വം ദുഷിച്ചാൽ കഴിയും. അതുകൊണ്ട് സൂക്ഷിക്കൂ, ശ്രദ്ധിക്കൂ, മാതൃത്വത്തെ ഒരിക്കലും ദുഷിപ്പിക്കരുത്. ദൂഷിത വലയത്തിൽ അകപ്പെട്ടാൽ കയ്യയെ പോലെ ആവും. അങ്ങനെ ആവാതിരിക്കാനാണ് കയ്യയെ അവതരിപ്പിച്ചത്, ആവാൻ വേണ്ടിയല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വിധിയും നിഷേധവും ഉണ്ട്. നിഷേധം വേദം പറയുന്ന അതുപോലെ ചെയ്യാനല്ല, ചെയ്യരുത് എന്ന് കാണിക്കാനാണ്. ഇതാ ഇന്ന് നമ്മുടെ നിത്യജീവിതത്തിൽ എന്ത് ചെയ്യണം, എന്തായിരുത് എന്ന് കാണിച്ചു തരികയാണ്. ഇത് രണ്ടും വേണം. അപ്പൊ രാമായണത്തിന് ഏറ്റവും വലിയൊരു മഹത്വം വേണ്ടതും വേണ്ടാത്തതും കാണിച്ചു തരികയാണ്. വേണ്ടാത്ത കാണിക്കുന്നത് അങ്ങനെ ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ്. ഒരിക്കലും കൈകയെ പോലെ അമ്മയാവാൻ ഒരമ്മമാരും ആഗ്രഹിക്കില്ല. അങ്ങനെ ആഗ്രഹിക്കില്ലെങ്കിൽ ദൂഷിത വലയത്തിൽ അകപ്പെടാതെ ശ്രദ്ധിക്കണം. ഇനിയും കുടുംബജീവിതത്തിൽ ഏറ്റവും വഷളാകാവുന്ന ഒരു ബന്ധം സാഹോദര്യം. ഇന്ന് ഏറ്റവും വഷളാകുന്ന ബന്ധം സാഹോദര്യം. അല്പം വളർന്നു വലുതായി കഴിഞ്ഞാൽ പിന്നെ സഹോദരന്മാർ തമ്മിൽ സ്പർദ്ധ, വ്യക്തിവിദ്വേഷം, അടി, തമ്മിലടി, ബഹളം തന്നെയാണ്. അതിനാണ് ഈ സാഹോദര്യത്തിന് മേന്മ കാണിക്കാൻ വാൽമീകിക്ക് 4 പ്രദർശനശാലകളുണ്ട്. ഒന്ന് അയോധ്യയിൽ രാമലക്ഷ്മണനാണ്. സാഹോദര്യത്തിന്റെ അരക്കിട്ടുറപ്പിച്ച ദൃഢതയാർന്ന ഒരു വലിയ ബന്ധം ആർക്കും മാറ്റാൻ പറ്റില്ല. ആര് വിചാരിച്ചാലും ആ ബന്ധത്തെ അയക്കാൻ, മുറിച്ചു കളയാൻ, ശിഥിലമാക്കാൻ പറ്റില്ല. യമധർമ്മൻ വിചാരിച്ചിട്ട് പോലും പറ്റിയില്ല. ആരൊക്കെ വന്നാലും ഞങ്ങളുടെ ഈ സാഹോദര്യത്തെ തകർക്കാൻ പറ്റില്ല എന്ന് രണ്ടുപേരും ദൃഢമായി നിശ്ചയിച്ച് ഉറപ്പിച്ച് ഒരു സാഹോദര്യ ബന്ധത്തിന്റെ ദൃഢത. അതുകൊണ്ട് ആ കുടുംബത്തിനുണ്ടായ ശ്രേയസ്, മേന്മ, നന്മ, വിജയം ഇത് മുഴുവനും ആ ഒരൊറ്റ കഥയിൽ ഉൾക്കൊള്ളിച്ചു. ഇനിയും സാഹോദര്യം ദുഷിച്ചാൽ എന്ത് സംഭവിക്കും എന്ന് കിഷ്കിന്ധയിലെ 2 സഹോദരന്മാർ, ബാലി, സുഗ്രീവന്മാർ. ജ്യേഷ്ഠനെ പേടിച്ചു പർവ്വതത്തിന്റെ മുകളിൽ പോയി ഒളിഞ്ഞു താമസിക്കുന്ന അനുജൻ. അനുജനെ എവിടെയെങ്കിലും കണ്ടാൽ കുത്തി താഴെ ഇടാൻ വേണ്ടി കത്തിയുമായി പാഞ്ഞു നടക്കുന്ന ബാലി. ആയുധമായിട്ടാണ് ബാലി പോകുന്നത്. ഇന്ന് നമ്മുടെ നാട്ടിൽ കാണുന്ന ഒരു കാഴ്ചയല്ലേ ഇത്? സഹോദരന്മാർ തമ്മിൽ സംസാരിക്കുന്നത് കത്തി എളിയിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടാ. എത്ര കാലം മുമ്പ് വാൽമീകി ഇത് കണ്ടു. അങ്ങനെ തകർന്നു പോകാൻ സാധ്യതയുള്ള ആ സാഹോദര്യത്തെ അങ്ങനെ ആയാൽ സംഭവിക്കാവുന്ന ദോഷം എന്താണ്? അദ്ദേഹത്തിന് തന്നെ അപകടമായി. ഇത് സാഹോദര്യത്തിന് മറ്റൊരു പ്രദർശനശാല. അവിടെ തന്നെ കിഷ്കിന്ധയിൽ തന്നെ 2 സഹോദരന്മാരുണ്ട്. അത് പക്ഷികളാണ്, സമ്പാദിയും ജടായും. എന്നോ മരിച്ചുപോയ അനുജനെ കുറിച്ച് കേട്ടപ്പോൾ കണ്ണീരിൽ കുതിർന്ന് ഉദകകർമ്മം ചെയ്യാൻ കാത്തിരിക്കുന്ന ഒരു ജ്യേഷ്ഠൻ. പാണ്ഡവന്മാരോട്, നിങ്ങൾ എന്നെ എടുത്ത് സമുദ്രതീരത്ത് കൊണ്ടു നിർത്തുവിൻ, ഞാൻ എൻ്റെ അനുജന് വേണ്ടി ഒരു ഉദകകർമ്മം ചെയ്യട്ടെ. ഇങ്ങനെ ജ്യേഷ്ഠനെ എവിടെ കിട്ടും? എന്നോ മരിച്ചുപോയ അനുജൻ, ഇപ്പോഴല്ല, എന്നാന്ന് പോലും അറിയില്ല. അത് ഇവർ പറഞ്ഞപ്പോഴാണ് അറിയുന്നത്. അങ്ങനെ മരിച്ചുപോയ അനുജന് ഉദകകർമ്മം ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു ജ്യേഷ്ഠൻ. സാഹോദര്യത്തിന്റെ മകുടോദാഹരണമായ 2 ബന്ധങ്ങൾ പക്ഷികളാണ്. നോക്കൂ. ഇനിയും അക്കരെ കടന്നാൽ 3 സഹോദരന്മാർ, രാവണ, കുംഭകർണ, വിഭീഷണന്മാർ. അത് എന്താണ്? സാഹോദര്യത്തിന്റെ ഇന്ന് കാണപ്പെടുന്ന ഒരു ആചരണമാണ്. എത്ര ഉപദേശിച്ചാലും നന്നാവില്ല ജ്യേഷ്ഠൻ എന്നാണെങ്കിൽ പോലും ജ്യേഷ്ഠനെ വിട്ടുപോവാതെ ജ്യേഷ്ഠന്റെ കൂടെ ഒന്ന് ഉപദേശിക്കാൻ തയ്യാറായ കുംഭകർണൻ.
സീതയെ കൊണ്ടു കൊടുക്കൂ, അല്ലെങ്കിൽ അപകടമാണ്, ആപത്താണ് എന്ന് പലപ്പോഴും വിളിച്ചു പറഞ്ഞുകൊണ്ട് കൂടെ തന്നെ നിൽക്കും. നന്നാവുന്നത് വരെ കൂടെ നിൽക്കാൻ പോവാ. അങ്ങനെ ജ്യേഷ്ഠനെ നന്നാക്കാൻ വേണ്ടി ശ്രമിച്ച് കൂടെ നിന്ന് പരിശ്രമിക്കുന്ന ഒരു കുംഭകർണൻ എന്നൊരാണിഞ്ചൻ. ഇനിയും വേറൊരഞ്ജൻ വിഭീഷണൻ എത്ര ഉപദേശിച്ചാലും നന്നാവില്ല. ഇദ്ദേഹം തമോ ഗുണത്തിന്റെ പ്രതീകമാണ്, ഒരിക്കലും ഇതിൽ നിന്ന് മാറ്റിയെടുക്കാൻ പറ്റില്ല. ഞാനും കൂടെ നിന്നാൽ ഞാനും കൂടി ഇതിൽ അകപ്പെട്ടു പോവുകയുള്ളൂ, എനിക്ക് രക്ഷപ്പെട്ടു പോകണം എന്നാഗ്രഹിച്ചപ്പോൾ തന്റെ വീതം വാങ്ങിച്ച് അക്കരെ കടന്ന് അവിടെ ഒരു വീട് വെച്ച് സ്വസ്ഥമായി താമസിക്കുന്ന മറ്റൊരനുജൻ ഇന്ന് കാണുന്നതാണ്. കുടുംബത്തിൽ നിന്നും ജ്യേഷ്ഠന്മാരോട് പൊരുത്തപ്പെടാൻ പറ്റാത്തതുകൊണ്ട് തന്റെ ഓഹരി മേടിച്ച് മറ്റൊരിടത്ത് പോയി വീട് കെട്ടി സ്ഥലം വാങ്ങി വെച്ച് താമസിക്കുന്ന ഒരു അനുജൻ. ഇതല്ലേ വാസ്തവത്തിൽ ഈ വിഭീഷണൻ കാണുക. പക്ഷെ ഈ വിഭീഷണൻ അവിടെ നിൽക്കുമ്പോഴും തന്റെ ജ്യേഷ്ഠനായ രാമന് സദ്ബുദ്ധി തോന്നിക്കണം. അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട്, ജ്യേഷ്ഠന്റെ മനസ്സ് മാറ്റണേ എന്ന് പലപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ട്, ഇടയ്ക്ക് നിന്നുകൊണ്ട് പലപ്പോഴും ഉപദേശിച്ചുകൊണ്ട്, കുലദ്രോഹം ചെയ്യരുതെന്ന് വീണ്ടും വീണ്ടും ആവശ്യപ്പെട്ടുകൊണ്ട്, ജ്യേഷ്ഠന്റെ നന്മയ്ക്ക് വേണ്ടി മാത്രം മറ്റൊരിടത്ത് മാറി താമസിക്കുന്ന ഒരനുജൻ. 3 സഹോദരന്മാരെ. ഇങ്ങനെ എത്രയെത്ര ബന്ധങ്ങളാണ്. പത്നീധർമ്മങ്ങൾ എത്രയുണ്ട്. സീതയെ പോലൊരു പത്നി, താരയെ പോലൊരു പത്നി, അതേപോലെ മണ്ഡോദരിയെ പോലൊരു പത്നി എന്നിങ്ങനെ ധാരാളം പുത്രധർമ്മങ്ങളെ കുറിച്ച്, ഭർത്തൃധർമ്മത്തെക്കുറിച്ച്, പിതൃധർമ്മത്തെക്കുറിച്ച്, അതേപോലെ ഭക്ഷ്യത എന്ന ധർമ്മത്തെക്കുറിച്ച്, ഭക്ഷ്യം ചെയ്യാൻ സുഗ്രീവന്റെയും രാമന്റെയും ഭക്ഷ്യത, ഭക്തിയുടെ ഏറ്റവും വലിയ അടയാളമായ ഹനുമാൻ എന്നിങ്ങനെ നോക്കിയാൽ ഒരു കുടുംബ ജീവിതത്തിൽ അവശ്യം അനുഷ്ഠിക്കേണ്ടുന്ന എല്ലാത്തരം ധർമ്മങ്ങളെയും വാൽമീകി വരച്ചു കാണിച്ചുകൊണ്ടാണ് ഈ ധർമ്മ വിഷയത്തിൽ രാമായണം ഒരു കഥയായി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ കാരണം. നമ്മുടെ സമയം ഏതാണ്ട് ആയിരിക്കാണ്, അതിക്രമിച്ചു. ഞാൻ നീട്ടുന്നില്ല. ബാക്കി ഭാഗങ്ങൾ കുറച്ചുകൂടി ഉണ്ട്. അടുത്ത ദിവസത്തേക്ക് നമുക്ക് മാറ്റിവെക്കാം. ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ ഇന്ന് ഉപസംഹരിക്കാം. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. പക്ഷെ ഒരു കാര്യം ചേട്ടാ, കാരണം ഇത്രയും നാൾ നമ്മൾ ഈ ഇതിഹാസ പുരാണങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോഴും നമ്മൾ ഇതിഹാസങ്ങളും പുരാണങ്ങളും ഒക്കെ വാസ്തവമാണ് എന്ന് പറയുമ്പോൾ തർക്കിക്കാൻ ഒരു വഴി വളരെ ഭംഗിയായി, ക്ലാസ് വളരെ നന്നായിരുന്നു. ക്ലാസ് വളരെ ഭംഗിയായി, ഒരുപാട് അറിവ് നേടാൻ പറ്റി. നമ്മൾ രാമായണത്തെ കുറിച്ച് പഠിച്ചു പോയിട്ടുണ്ട്, രാമായണം വായിച്ചു പോകുന്നുണ്ട്. അപ്പം ഇതിഹാസം എന്ന് പറയുന്നത് ധർമാർത്ഥകാമ മോക്ഷങ്ങൾക്ക് വേണ്ടി ആധികാരികമായിട്ട് ഇത് നടന്ന കാര്യങ്ങളാണ് എന്ന് ആധികാരികമായിട്ട് പറയുവാൻ ഒരു റെഫറൻസ് കൂടെ ആയി. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഒന്ന് എടുത്ത് പറയാം. ആർക്കെങ്കിലും എന്തെങ്കിലും? ഉണ്ണീഷ് സാറ്. സാറേ, ഈ രാമായണത്തെയും മഹാഭാരതത്തെയും പലപ്പോഴും നമ്മൾ പുരാണങ്ങള് ഇതിഹാസം എന്ന് പറയുന്നു. പക്ഷെ ഇംഗ്ലീഷിൽ പറയുമ്പോൾ എപ്പിക് എന്ന് പറയുന്നു. പക്ഷെ ഈ എപ്പിക് എന്ന് പറയുന്നത് എൻ്റെ അറിവിൽ സാങ്കല്പിക കഥാപാത്രങ്ങളായിരിക്കും അതിലുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ഒന്ന് എനിക്ക് ആ സംശയം ഒന്ന് ക്ലിയർ ആക്കി തരാമോ? ഇംഗ്ലീഷിൽ അതിന് പറ്റിയ ഒരു വാക്കില്ല, അതുകൊണ്ട് എപ്പിക് എടുത്തിട്ടതാ. അല്ലാതെ അതിനെ കാണിക്കാൻ, ഇതിഹാസത്തെ കാണിക്കാൻ വേറൊരു വാക്കില്ല. അപ്പൊ പിന്നെ എപ്പിക് ഇടാനല്ലേ പറ്റുള്ളൂ. അതുകൊണ്ട് തൽക്കാലം ഇരിക്കട്ടെ ഞാൻ അങ്ങനെ ഇട്ടു വെച്ചത് മാത്രമേ ഉള്ളൂ. വാസ്തവത്തിൽ അതുകൊണ്ട് ഉദ്ദിഷ്ടമായ അർത്ഥത്തിലേക്ക് എത്തില്ല. അതുകൊണ്ടാണ് ഇംഗ്ലീഷിലല്ല രാമായണ മഹാഭാരതം പഠിക്കേണ്ടത്. ഒറിജിനൽ കൂടി പഠിച്ചു വരണമെങ്കിൽ എന്റെ ഒരു ശരിയായത് നമുക്ക് കിട്ടുള്ളൂ എന്ന് പറയുന്നത് കൊണ്ടാണ്. ആ ഒരു പോരായ്മ ഉണ്ട്, അതിനൊന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ വാക്ക് ഉപയോഗിച്ചൊരു കുഴപ്പമില്ല. ഒരു വളരെ ഈ ഇന്ന് ശരിക്കും പറഞ്ഞാൽ രാമായണം വായിച്ചും രാമായണത്തെ കുറിച്ച് പലരോടും പറഞ്ഞും ഒക്കെ ഒരുപാട് അനുഭവം ഉണ്ടെങ്കിലും ഇന്ന് ഈ ഒരു ആംഗിൾ തന്നതുണ്ടല്ലോ, അത് തീർച്ചയായിട്ടും അറിയാമെങ്കിലും അറിയാതെ കിടന്ന ഒരു അറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഇത് അറിയാതെ കിടന്നു. ഈ ഒരു വ്യൂ പോയിന്റ് വളരെ
താങ്ക്സ് സാർ, വളരെ നന്ദി. ആവട്ടെ, സന്തോഷം. സാറേ ഇത് ഈ പറഞ്ഞതിലേ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു നോക്കിയതാ. കാവ്യം യശസ്സേ അർത്ഥകൃതേ വ്യവഹാരവിധേ ശിവേതരക്ഷതയെ എന്ന് പറഞ്ഞു. അപ്പൊ ഈ ശിവേതരക്ഷതയെ എന്ന് പറയുമ്പോൾ അമംഗളം നശിക്കട്ടെ എന്ന് പറയുന്ന എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്ന് ചിന്തിച്ചു പോയി. കാരണം ശിവം ഭവതു എന്ന് പറഞ്ഞാലും പോരെ, ശിവേതരക്ഷതയെ എന്തുകൊണ്ട് ഈ അമംഗളങ്ങൾ നശിക്കട്ടെ? ആദ്യം വേണ്ടത് ശിവേതരങ്ങളെ ഇല്ലാതാക്കുകയാണ്. എങ്കിൽ മാത്രമേ ശിവം ഉണ്ടാവുകയുള്ളൂ. മറ്റേ നിൽക്കുമ്പോ ഇത് വരില്ലല്ലോ. അങ്ങനെയാ ചിന്ത വരുന്നത് അല്ലേ? ആദ്യം വേണ്ടത് ശിവേതര മാലിന്യങ്ങളെ മുഴുവൻ കളഞ്ഞെങ്കിലേ ശുദ്ധമാവുള്ളൂ. അതെ, മാലിന്യങ്ങളെ ശുദ്ധമാക്കാൻ പറ്റുമോ? അതില്ല. അപ്പൊ ഈ മാലിന്യങ്ങളാണ് ശിവേതരങ്ങൾ. അതിന് ക്ഷതിയുണ്ടായാൽ പിന്നെ എന്താ, ഈ ശുദ്ധമാവുമല്ലോ, ശിവമായി, പിന്നെ ശിവമായി അല്ലേ? അപ്പം ശിവം ഉണ്ടാവണമെങ്കിൽ ഈ ഇതരങ്ങൾ മാറണം. തീർച്ചയായിട്ടും. അതുകൊണ്ടാണ് ആ ഒരു വാക്കിൽ പിടിച്ചു പോയത്. അതുകൊണ്ടാണ്. പിന്നെ ഇതൊരു പുതുമയായിരുന്നു. പ്രഭു സംഹിതം, സുഹൃത് സംഹിതം, കാന്താ സംഹിതം എന്ന് പറയുന്നത് അത് എങ്ങനെയാണെന്നുള്ളത് കിട്ടി ഇപ്പൊ അല്ലേ? പല തരത്തിലാണ് ഉപദേശങ്ങൾ, പല തരത്തിലാണ്. കാന്തയുടെ ഉപദേശം കാവ്യങ്ങളിൽ രാമായണമൊക്കെ അതാ ചെയ്യുക എന്നുള്ളത്. അതിപ്പോഴാണ് ഞാൻ ധരിച്ചത് അങ്ങനെയാണെന്നുള്ളത്. കാന്താ സംഹിതമാണ് അല്ലേ? അതെ, സുഹൃത് സംഹിതം, കാന്താ സംഹിതം, മൂന്നേരത്തെ. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ, പറയാനോ ചോദിക്കാനോ ഉണ്ടെങ്കിൽ ആവാം. അതല്ലെങ്കിൽ ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ തീർന്നതായിട്ട് പ്രാർത്ഥിക്കാം. ആരെങ്കിലും സാർ ചോദിക്കുന്നുണ്ടോ? ആരെങ്കിലും ഉണ്ടോ? ഇല്ല സാർ. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ നമുക്ക് ഉപസംഹരിക്കാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ജയശങ്കര ജയശങ്കര ജയശങ്കര. രാമായണം തീർക്കാം, നോക്കട്ടെ. ആയിക്കോട്ടെ. ശങ്കര ജയശങ്കര ജയശങ്കര ജയശങ്കര. ജയശങ്കര.